Hi guys, good morning. Welcome back to my YouTube channel. ഞാനിന്ന് വിചാരിക്കായിരുന്നു that I will take myself out. I've got 3 weekends. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് പുറത്ത് പോകാമെന്ന്. സോ ഐ തോട്ട് ഓക്കെ വൈ നോട്ട് ഫിൽം എ യൂട്യൂബ് വീഡിയോ ആസ് വെൽ. യൂട്യൂബിലേക്ക് ഉള്ള അത്യാവശ്യം കോണ്ടന്റ് ഇന്ന് എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. I'm gonna take you with me. ആക്ച്വലി എനിക്ക് കുറെ പ്ലാന് ഇന്നലെ ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കാം. ലെറ്റ് മീ ജസ്റ്റ് ഗോ ഗെറ്റ് റെഡി റിയൽ ക്വിക്ക് and I'll see you after that. Also, എൻ്റെ ലാസ്റ്റ് വീഡിയോക്ക് മറ്റേ ഗ്രാജുവേഷൻ വ്ലോഗ് അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്ക് കുറെ സജഷൻ വന്നു. can you speak in മലയാളം? കാരണം എൻ്റെ നാട്ടിലത്തെ കുറെ ആൾക്കാരുണ്ട്, അവർക്ക് ദേ വോണ്ട് മീ ടു ടേക്ക് വീഡിയോസ് ഇൻ മലയാളം. കുറച്ചൊക്കെ മലയാളം ആവാം എന്നൊക്കെ പറഞ്ഞു. സോ ഞാൻ വിചാരിച്ചു ഓക്കെ, but I do have audience from various parts of India. I have pan-India audience. അതുകൊണ്ട് don't worry, I'll be adding subtitles. It's a task, but I will do it for you guys. Hi, so we are all ready. I'll show you my outfit. ഭയങ്കര രസമുള്ള outfit ആണ്. I'll show you. But before that, നമ്മളിന്ന് പോകാൻ പോണത് ചാർമിനാറിലേക്കാണ്. I know it sounds too cliche for someone who has been to Hyderabad, പക്ഷേ I haven't shown anything about Hyderabad on my YouTube channel ever. So ഞാൻ വിചാരിച്ചു ചാർമിനാറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. നമ്മളിന്ന് ചാർമിനാറിലേക്കാണ് പോണത്. And I love old Hyderabad. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് old Hyderabad to roam around that place. I think it's my third or fourth time going there. I've got two options. One is take the metro to MGBS and then take an Uber to Charminar. ഇവിടുന്ന് എനിക്ക് മെട്രോ സ്റ്റേഷനിലേക്ക് another Uber എടുക്കേണ്ടി വരും. So it is kind of like a വളഞ്ഞ വഴി. അല്ലെങ്കിൽ I need to take a direct Uber from here to Charminar, which is the better idea. പക്ഷെ പോകുമ്പോൾ നമുക്ക് മെട്രോയിൽ പോവാം, തിരിച്ചു വരുമ്പോൾ I'll take the direct Uber എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചെയ്യണതും ഡയറക്റ്റ് ഊബർ എടുക്കുന്നതും ഇറ്റ് വിൽ കോസ്റ്റ് മീ ദ സെയിം. പക്ഷെ ഐ തിങ്ക് മെട്രോയിലൊക്കെ പോകുന്ന ഒരു ഫണ്ടല്ലേ, നമുക്ക് ഫണ്ട് പിടിക്കാം. അപ്പൊ നമുക്ക് മെട്രോയില് ചാർമിനാർ പോയിട്ട് തിരിച്ച് നമുക്ക് ഊബറിൽ വരാം. ആൻഡ് ഓൾസോ ദിസ് ഇസ് ദ സ്റ്റാക്ക് ഫോർ ദ ഡേ. ഇവിടുത്തെ മെട്രോ നെറ്റ്വർക്ക് ആക്ച്വലി കുറച്ച് വലുതാണ്. അപ്പോൾ ഞാൻ ഹബ്സിഗുഡയിലായിരുന്നു. സോ ഞാൻ ഹബ്സിഗുഡയിൽ നിന്ന് ഇപ്പോൾ മെട്രോ എടുത്തിട്ട് പരേഡ് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് പരേഡ് ഗ്രൗണ്ടിൽ ഒരു കിലോമീറ്റർ നടക്കണം. അപ്പുറത്തെ പ്ലാറ്റ്ഫോം പോയി. എന്നിട്ട് അപ്പുറത്തെ പ്ലാറ്റ്ഫോം പോയിട്ട് ഞാനിപ്പോൾ വേറെ മെട്രോ പിടിച്ചിട്ട് ഒരു സ്ഥലത്ത് പോകണം. ആ സ്ഥലത്ത് ഞാൻ ഊബർ എടുത്തിട്ട് ചാർമിനാർ പോയി. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, പക്ഷെ നമ്മൾ പോകും. പബ്ലിക്കിൽ ഇങ്ങനെ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വിചാരിച്ചു ഞാൻ മലയാളത്തിലാണ് പറയണത് എങ്കിൽ ഇവർക്ക് ഒരു തേങ്ങ മനസ്സിലാവുമുള്ള. പിന്നെ ഞാൻ എന്തിനാണ് ഇങ്ങനെ മടിക്കണേന്ന് ഞാൻ വിചാരിച്ചു. ഒരു തേങ്ങ അവർക്ക് മനസ്സിലാവില്ല. സോ ഇറ്റ്സ് ഫൺ. എല്ലാവരും ഇങ്ങനെ എന്ത് പറയണേന്ന് വെച്ചിങ്ങനെ ഇതിന്റെ ബാക്കിലൊരു സാധനം കണ്ടോ, ദാറ്റ് ഇസ് ചാർമിനാർ. വേഴ്സ്റ്റ് പാർട്ട് ഇസ് ഇങ്ങനെ ആൾക്കാർ നമ്മുടെ അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ കൊണ്ടുപോകാം, ഇവിടെ കൊണ്ടുപോകാം, അത് കാണിച്ചു തരാം, ഇത് കാണിച്ചു തരാം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ആക്ച്വലി കുറെ ആൾക്കാരുണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ വീഡിയോ എടുക്കാൻ അങ്ങനെ മടിയോ അങ്ങനെ ഒന്നും തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ പോലുമില്ല. എവ്രിവൺ ഈസ് ബിസി വിത്ത് ദെയർ ഓൺ സ്റ്റഫ്സ് ഹിയർ. എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര വിശപ്പുണ്ട്. ഞാനിവിടെ ഹരിയാന മിഠായിഗർ എന്ന് പറഞ്ഞിട്ടൊരു കട ഉണ്ട്. ഞാൻ അത് തപ്പി പൊക്കൊണ്ടിരിക്കുക, പക്ഷെ ഐ കാൺ ഫൈൻഡ് ഇറ്റ്. എനിക്കറിയില്ല. So we have got samosa. We have ordered the puri sabji as well. Samosa garam ആണ്, അതുകൊണ്ട് ഞാൻ സമോസയും പറഞ്ഞു. And on my empty stomach, നിങ്ങൾ ആലോചിക്കണം. Thank you. എന്റെ അപ്പുറത്തെ ടേബിളിലിരിക്കുന്നവര് ഒരാളുടെ ആളും മറ്റാള് കഴിച്ചു പോകാനായിട്ട് മുട്ടത്തല്ല്. ഞാൻ വിചാരിച്ചു താമസിക്കാന്ന്, പക്ഷെ താമസിക്കില്ല, സീരിയസ്. ഈ സമൂസയിലൊപ്പം ഒരു മീഠ ചട്നി ആയിരുന്നു തരുന്നുണ്ട്. അത് കണ്ട് പുതിനാവാൻ ഭയങ്കര ടേസ്റ്റ്. That was a really good start. It comes with 4 puris and some kind of sabji. I don't know what it is. But
കംപ്ലീറ്റ്ലി ഘീല് ഉണ്ടാക്കുന്ന പൂരിയ, ഘീ പൂരിയാണ്. ആ ഘീയുടെ ടേസ്റ്റ് വല്ലാണ്ടുണ്ട്. ഈ 4 പൂരി എന്നെ കൊണ്ട് നിന്നെടുക്കാൻ പറ്റുമെന്നായപ്പോഴത്തെ ഡൗട്ട്. വേറെന്താ അച്ചാർ പോലത്തെ സാധനം കൂടെ ഉണ്ട്. എന്തെന്താ സാധനം? If you're wondering where Haryana Mithai Ghar is, this is Charminar and सीधा इस गली से straight जाके Haryana Mithai Ghar है. It's very close to Charminar. So if you guys are coming to Hyderabad, I would highly recommend you to have something from there. It's very close, very close. You should really try it out. The agenda for the day is mainly bangle shopping. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ, എല്ലാ കളറും വളയുണ്ട്, എപ്പോഴും ചാർമിനാർ പോവാ വള വാങ്ങി തന്നെയാ പണിയെന്ന് വിചാരിക്കും. ആണ്, ഇത് തന്നെയാണ് എനിക്ക് പണി. ഒരു ചാർമിനാറിൽ പോവാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒറ്റയ്ക്ക് പക്ഷെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ഒറ്റയ്ക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. ആൻഡ് ഈവൻ തോ ഞാൻ പറഞ്ഞില്ല ഇത് ക്രൗഡഡ് പ്ലേസ് ആണെങ്കിലും എനിക്ക് അങ്ങനെ ഒരു ചമ്മലോ മടിയോ ഒന്നും വരുന്നില്ല. നമ്മളിപ്പോ മറ്റേ ലാഡ് ബസാറിന്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലാഡ് ബസാർ ഇസ് വളകളൊക്കെ ഉള്ള സ്ഥലം. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും റഷ് കുറവാണ്. ഐ ഡോണ്ട് നോ, ഈവൻ ദോ ഇറ്റ്സ് സാറ്റർഡേ ആൾക്കാർ ഞാൻ പ്രതീക്ഷിച്ചാലും കുറവാണ്. അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വളകള്, മാലകള്, കമ്മലുകള്, ഫുൾ വളക്കടകളാണ് ബേസിക്കലി. ഞാൻ കാണിച്ചു തരാം. ഞാൻ പണ്ട് ഭയങ്കര ടോംബോയ് ആണെന്ന് അറിയില്ല, പക്ഷെ ഞാൻ പണ്ട് അങ്ങനെ ഗേർലി ആക്സസറീസ് ഒന്നും അങ്ങനെ ഇടാൻ ഇഷ്ടം തോന്നിയിട്ടില്ല എനിക്ക് പണ്ടൊന്നും. പക്ഷെ ഐ തിങ്ക് ഞാൻ ഹൈദരാബാദ് വന്നേ പിന്നെയാണ് വളയോടൊക്കെ ഉള്ള ക്രേസ് ഭയങ്കരമായിട്ട് കൂടിയത്. എനിക്കങ്ങനെ വളകളോടുള്ള ഇഷ്ടം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ വന്നിങ്ങനെ കളർ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ലൈക്ക് ബ്രോ, ദാറ്റ്സ് സംതിങ് ഐ ഹാവന്റ് എക്സ്പ്ലോർഡ്. कितने का हो? 100 रुपए. സിൽവർ का बस इतना ही है. എവറി ടൈം ഞാൻ എന്റെ വളകളുടെ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോ എനിക്കിങ്ങനെ ഓർഡറുകൾ വരും. എനിക്ക് ഈ വള വേണം, എനിക്ക് ആ വള അടുത്ത പ്രാവശ്യം വരും, എനിക്കത്. സോ ഞാൻ അങ്ങനെ ഇന്ന് അമ്മച്ചിക്ക് വള വാങ്ങാൻ വന്നിരിക്കുകയാണ്. ദാറ്റ്സ് ദ ഇന്റൻഷൻ ഇന്നത്തെ. അമ്മച്ചിക്ക് കുറച്ച് അധികം വളകൾ വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മച്ചിക്ക് വാങ്ങാൻ വന്നേക്കാണ്. അതിങ്ങനെ നടക്കുമ്പോ 100 സൈഡിൽ നിന്ന് മാഡം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും ആൾക്കാർ. പക്ഷെ അവിടെ ഒന്നും പോകരുത്. ഞാൻ നിങ്ങൾക്ക് കട കാണിച്ചു തരാം. ആ കടയിൽ പോയാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എവറി കളർ കിട്ടും അറ്റ് ദ റീസണബിൾ പ്രൈസ്. എല്ലാ കടയിലും മിക്കതും ഒരേ റേറ്റ് ആയിരിക്കും. പക്ഷെ ആ കടയെ സോ പ്രിറ്റി. നമ്മളിങ്ങനെ വായം പൊളിച്ചിരിക്കും ആ കടയിൽ പോയാൽ. ഞാൻ ഷോ യു ആ കടയിൽ പോയാൽ നിങ്ങൾക്ക് മിക്ക കളറുകളും കിട്ടും. വെയിറ്റ്, അത് പക്ഷെ എവിടെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ലാഡ് ബസാറിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോ തന്നെ ഒരു ഉള്ളിലോട്ട് ഇങ്ങനെ പോകണം. അങ്ങനെ പോയിട്ടാണ് ആ കട. പക്ഷെ ഐ കാൺ ഫിഗർ ഔട്ട് ഏത് ഉള്ളിലേക്കാണ്. അവിടെ ഒരു വഴിയാണുണ്ട്, മേ ബി ഇറ്റ്സ് ദെയർ. അവിടെ പോയാൽ നിങ്ങൾക്ക് അടിപൊളി സാധനങ്ങൾ കിട്ടും. ഞാൻ ഇട്ടുന്ന പോലത്തെ അടിപൊളി സാധനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഈ കടയിലേക്ക് വന്നോളൂ. ദിസ് ഇസ് നോട്ട് എ പെയ്ഡ് പ്രൊമോഷൻ. അവരെനിക്കൊരു പൈസ തരില്ല. പക്ഷെ നമ്മൾ അവിടെ നിന്നാണ് വന്നത്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട ഉണ്ട്, ഇർഫാൻ. അതിന്റെ റൈറ്റ് സൈഡിൽ ഒരു ഗലിയുണ്ട്. യു ഹാവ് ടു ഗോ ത്രൂ ദിസ് ഗലി. ഈ ഗലി കൂടെ പോയാൽ നിങ്ങൾക്ക് കുറെ അണ്ടർറേറ്റഡ് കടകൾ കിട്ടും. അതായിരുന്നില്ല ഞാൻ ഉദ്ദേശിച്ച കട. യെസ്, ലാസ്റ്റ് ടൈം ഞാൻ അവിടെ നിന്നാണ് വാങ്ങിയത്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ച കട അതായിരുന്നില്ല. ഇയാളാച്ച എന്നെ വിടണില്ല. ഞാൻ എന്നിട്ട് എങ്ങനെയൊക്കെ ഊരി പോന്നു. നമുക്ക് ഈ വഴിയല്ല, മറ്റേ വഴിയാ. വെയിറ്റ്, ഐ ടെൽ യു ദ ലാൻഡ് മാർക്ക്. ഓക്കെ, വരുമ്പോ ഇങ്ങനെ ഒരു കട കാണാം. എനിക്കറിയില്ല ഈ കടയുടെ പേര്. പക്ഷെ അതിന്റെ ലെഫ്റ്റ് സൈഡില് ഫസ്റ്റ് ലെഫ്റ്റ്, ലാഡ് ബസാർക്ക് കയറോടെ ഫസ്റ്റ് ലെഫ്റ്റ്. This is the shop I was talking about. Nagina. इसके आसपास में ഇതിന്റെ അടുത്ത് നിങ്ങൾക്ക് കുറെ കടകൾ കിട്ടും. യു ഹാവ് എ ലോട്ട് ഓഫ് ഓപ്ഷൻസ്. നിങ്ങൾക്ക് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം. ഐ തിങ്ക് ഞാനൊരു 2000 രൂപയ്ക്കുള്ള വള വാങ്ങിയിട്ടുണ്ട്. ഐ ഹാവ് സം കോൺ ഹിയർ. കുറച്ചും കൂടെ ഇങ്ങനെ ഉള്ളാത്തിയിട്ട് തിരിച്ചു പോവാം. These are everything that I got. കുറെ കമ്മിച്ചിക്കാണ്. And I did get something for my Adiramol too. There is this one place in Hyderabad which you cannot miss if you're coming to Charminar, and that is Nimra Cafe. So you'll get garam chai and bun maska there. ഞാൻ 2 ടോപ്പും കൂടെ വാങ്ങി.
നമ്മള് ഇനി പോണ സ്ഥലമാണ് സംതിങ് ന്യൂ തരായി. ഞാൻ അങ്ങനെ ആരും കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ് ഹൈദരാബാദിലത്തെ. ഇറ്റ്സ് പ്രിറ്റി ക്ലോസ് ടു ചാമിനാർ. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടെയും കൂടെ പോയിട്ട് പോവാന്ന്. ആൻഡ് ഫ്രം വാട്ട് ഐ സോ ഇറ്റ്സ് എ വെരി പീസ്ഫുൾ പ്ലേസ്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് സ്റ്റിൽ ഓപ്പൺ. ഐ ഹോപ്പ് ദേ സ്റ്റിൽ അലൗ ദ എൻട്രി അറ്റ് ദിസ് ടൈം. നമുക്ക് നോക്കി നോക്കാം. കഷ്ടപ്പെട്ട് എത്തിക്കഴിഞ്ഞിട്ടാണ് അവർ പറയണത് ഷോർട്സ് അലൗഡ് അല്ല, ഫാമിലീസ് വരും, പ്രയറിന്റെ ടൈമായി, സോ ഫാമിലീസ് ആൻഡ് ഓൾ വിൽ ബി കമ്മിങ്. അതുകൊണ്ട് ദേ കാൺ ലെറ്റ് മീ ഇൻസൈഡ് or otherwise I'll have to wrap a scarf or something which I clearly don't have. അപ്പോൾ പിന്നെ ഞാൻ ആ പ്ലാൻ ക്യാൻസൽ ചെയ്തു. അടുത്ത ഊബർ ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ വീട്ടിൽ പോവാണ്. വേണ്ടായി.